ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ബൂസ്റ്റ് വെച്ചിട്ടുള്ള ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാർബിൾ കേക്കാണ് കേട്ടോ. സിമ്പിളായിട്ട് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെ ചെയ്യുന്നത് നമുക്ക് വേഗം നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കേക്ക് ടിൻ ഒന്ന് നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്താ ബൗളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ചൊന്ന് മൈദ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് തട്ടി കൊടുക്കാം. അതുപോലെ തന്നെ പകരം ബട്ടർ പേപ്പർ വെച്ചാലും മതി. ഇനി ഇത് നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയൊന്നും എടുക്കരുത്, ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ തന്നെ എടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ 2 മുട്ട ചേർക്കുന്നുണ്ട്. എടുക്കുന്നതെല്ലാം റൂം ടെമ്പറേച്ചറിൽ തന്നെ ആയിരിക്കണം. പിന്നെ മുട്ടയ്ക്ക് പകരം 1/2 കപ്പ് പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. പഞ്ചസാര ഫുള്ളായിട്ട് അലിയണം, അത്രയും നേരം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്ക് എല്ലാവരുടെ കയ്യിലും കൊക്കോ പൗഡറൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ല ക്രീമിയായി പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. ഞാനത് അരിച്ചെടുക്കുന്ന വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്യാമറ കേടായിപ്പോയി. അപ്പോൾ ബാക്കി ഞാൻ ഫോണിലാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അത്രയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ കട്ടയില്ലാതെ മിക്സ് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ ഒരു 1/4 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് മുഴുവൻ ഒരുമിച്ച് ചേർക്കേണ്ട, ഓരോ ടേബിൾ സ്പൂൺ ആയിട്ട് ചേർത്ത് കൊടുക്കുക. കാരണം നമ്മളെടുത്ത മുട്ടൻ്റെ അളവിനനുസരിച്ച് നമുക്ക് പാലിൻ്റെ അളവ് ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. അതുകൊണ്ടാണ് കുറച്ച് കുറച്ചായിട്ട് ചേർക്കാൻ പറഞ്ഞത്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. ഒരുപാട് ലൂസായി പോരുത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊരു റിബൺ ലൈക്ക് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്, ഒരു റിബൺ മാതിരി ഇരിക്കണം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ പാല ഒഴിച്ചിട്ടുള്ളൂ. ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്, ഇത്രയും മതി. അപ്പോൾ ഇനി ഈ ബാറ്ററിനെ നമുക്ക് കറക്റ്റായിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതേ 2 പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ബൂസ്റ്റിൻ്റെ മിക്സ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ 5 രൂപേൻ്റെ ബൂസ്റ്റ് മൊത്തമായിട്ട് എടുത്തിട്ടുണ്ട്. ഫ്ലേവർ കൂടി പോകുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അല്ലാത്ത ബൂസ്റ്റാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് എടുത്താൽ മതി. ഇതിന് പകരം നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ചൂട് പാൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മളിത് ബാറ്ററിൽ ചേർക്കുമ്പോൾ പാൽ തണുത്തിട്ടുണ്ടാവണം, ആ ചൂടോടെ ചേർക്കരുത്, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കൊക്കോ പൗഡർ കയ്യിലുള്ളവർ ഇതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറിൽ പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് ചേർത്താൽ നമുക്ക് ചോക്ലേറ്റ് മാർബിൾ കേക്ക് ആവും. അതിന് പകരം കോഫി പൗഡർ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഓരോ തവിയായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ജസ്റ്റ് മേലേലായിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഓരോ ലെയറും നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇത് കുട്ടികൾക്കൊക്കെ കഴിക്കാനും ഇഷ്ടമാവും, കാണാനും ഇഷ്ടമാവും. കാരണം ഇടയ്ക്ക് വൈറ്റ് കളറും ഇടയ്ക്ക് ഈ ഒരു കളറൊക്കെ ആയിട്ട് നല്ല രസമുണ്ടാവും. പിന്നെ നമ്മൾ കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡാർക്കായിരിക്കും. അപ്പോൾ കാണുമ്പോൾ കുറച്ചും കൂടി നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. ബൂസ്റ്റ് ആയതുകൊണ്ട് അത്ര ഡാർക്ക് ഉണ്ടാവില്ലെന്ന് മാത്രമേ ഉള്ളൂ. കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്യാമറ എന്തായാലും കേടായിട്ടോ, ഇനി കുറച്ച് ദിവസത്തേക്ക് മൊബൈലാണ് ഷൂട്ടിങ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കത് ശരിയാക്കാൻ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. പിന്നെ ഒരു ചെറുതായിട്ട് നമുക്കൊന്ന് ഡിസൈന് വേണ്ടിയിട്ട് ഞാനൊരു ടൂത്ത് പിക്ക് വെച്ച് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നും ഇല്ല ചെയ്യണമെന്ന്, കാരണം വെന്ത് വരുന്ന സമയത്ത് അത്ര ക്ലിയറായിട്ട് അത് കാണണമെന്നില്ല. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് വരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിക്കാൻ വെക്കാം. ഞാൻ കേക്ക് ബാറ്റർ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു 10 മിനിറ്റ് മുമ്പ് ഇത് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു റിങ് ഇട്ടിട്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇറക്കി വെക്കാം. നല്ല ചൂടുണ്ട്, ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതിനി അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 30 തൊട്ട് 35 മിനിറ്റാണ് ഇത് വേവാനുള്ള സമയം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാനിനനുസരിച്ച് കുറച്ച് വ്യത്യാസം വന്നേക്കാം. അപ്പോൾ എന്തായാലും 30 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും വെച്ച് കുത്തി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേവ് കറക്റ്റ് മനസ്സിലാവും. പിന്നെ ഫ്ലെയിം എപ്പോഴും ലോയിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ
അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്, നമുക്ക് എടുത്ത് മാറ്റാം. ഒട്ടും തന്നെ കരിഞ്ഞിട്ടോ ഒന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ മുമ്പ് ഒരു ബൂസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് ട്രൈ ചെയ്ത് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതേപോലെ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്ക് ചായക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്ത് ടോളോട് ക്ലിക്ക് ചെയ്യണം, എന്നാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുള്ളത്. നമ്മൾ ഓവനോ ബീറ്ററോ ഒന്നും യൂസ് ചെയ്യാതെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.